ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ഒരു അയൺ ബോക്സിൻ്റെ കോഡ് വെയർ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയാണ്. അത് കാണുന്നതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലായ ബ്ലൂടഫ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമായി ഒരു അയൺ ബോക്സാണ്. അയൺ ബോക്സിൻ്റെ ബാക്ക് കവറാണ് ആദ്യം കഴിക്കേണ്ടത്. ആ ബാക്ക് കവർ സ്ക്രൂ അയച്ചതിന് ശേഷം ടോപ്പ് മാറ്റിയെടുത്ത് അതിൻ്റെ ഉൾവശത്തുള്ള 3 വയറാണ് ഉണ്ടാവുക. ഒന്ന് പച്ച വയർ എർത്ത്, രണ്ടാമത്തെ ന്യൂട്രൽ ഫേസ്, അങ്ങനെയുള്ള വയറാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വയർ അതിനകത്തുനിന്ന് അഴിച്ച് വയ്ക്കുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അതിപ്പോൾ ആ വയർ കേടായ വയറാണ്. ആ വയർ ഞങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. അതിനകത്തുള്ള സ്ലീവ് മാറ്റിയെടുത്ത് വെച്ചുകൊണ്ട് കേടായ ഭാഗം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. പുതിയ വയറാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ആ വയർ പാക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് കോപ്പർ വയറാണ് അതിനകത്തുള്ളത്. ചിലപ്പോൾ അതിനകത്ത് ചില കോഡ് വയറിനകത്ത് അലൂമിനിയം വയറും വരാറുണ്ട്. ഈ വയറിൻ്റെ അകത്ത് കോപ്പർ വയറാണ്, നല്ല ക്വാളിറ്റിയുള്ള വയറാണ് ഇടുന്നത്. അപ്പോൾ അതിൽ 3 തരത്തിലുള്ള വയറുണ്ട്. ഒന്ന് ബ്ലാക്ക്, റെഡ്, യെല്ലോ. പിന്നെ അതിൻ്റെ ഗ്രീനും കൂടി വരും യെല്ലോൻ്റെ അകത്ത്. അപ്പോൾ അതിനകത്ത് ആ വയറിൻ്റെ അകത്ത് സ്ലീവ് ആദ്യം കയറ്റിയിടുക. അപ്പോൾ ആ സ്ലീവ് കയറ്റിയിട്ടതിന് ശേഷം കുറച്ച് മുന്നോട്ട് വലിച്ച് അതിൻ്റെ ആ വയർ ആദ്യം പറഞ്ഞ പോലെ 3 വയർ എടുത്തുകൊണ്ട് അതിൻ്റെ കണക്റ്റ് ഇപ്പം ചെയ്യുന്നതാണ്. കണക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് വീഡിയോ കുറച്ച് താണു പോയതുകൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് കാണാത്തത്. അപ്പോൾ എർത്ത് മാറാതെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എർത്ത് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അറിഞ്ഞിട്ടുണ്ടല്ലോ, ഈ പച്ച വയർ എർത്തിനുള്ളതാണെന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ പച്ച വയർ, പച്ച യെലോവും കൂടിയുള്ള വയറാണ് എർത്ത്. അത് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ന്യൂട്രൽ ഫേസാണ്. ആ ന്യൂട്രൽ ഫേസ് അപ്പുറം ഇപ്പുറം മാറിയാൽ പ്രശ്നമല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഏത് വീട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ആർക്കാരും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ ഇതാണ്. പച്ച വയർ എർത്ത് വയറാണ്. അത് ബോഡിക്ക് വരാതെ വിധത്തിൽ ബോഡിക്ക് കൊടുക്കുക. ബോഡിയിലേക്ക് വരുന്ന കണക്ഷനാണ് അത് വരിക, പച്ച വയർ. മറ്റേ ന്യൂട്രൽ ബേസുമാണ്. അപ്പോൾ അത് അപ്പുറം ഇപ്പുറം മാറിക്കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എർത്ത് വയർ മാറാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അയൺ ബോക്സിൻ്റെ കോഡ് വയർ ഇടുമ്പോൾ. അതാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മളതിൻ്റെ ലോക്കിംഗ് ഉണ്ട്, വയർ വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്ക്. ആ ലോക്ക് ഇട്ടതിന് ശേഷം ആ സ്ലീവ് കറക്റ്റായി വെച്ച് എല്ലാം സെറ്റിങ് ക്ലിയറാക്കി വെച്ച് കൊണ്ട് വേണം അതിൻ്റെ സ്ക്രൂ ടൈറ്റാക്കി വെക്കുക. എല്ലാ അയൺ ബോക്സും ഒരേ മോഡലല്ല. ചില അയൺ ബോക്സ് 2 പിന്ന് വരുന്നതുണ്ട്. അപ്പോൾ അതിന് എർത്തിൻ്റെ ആവശ്യമില്ല. നാഷണൽ എന്ന് പറയുന്ന ഗൾഫിൻ്റെ അയൺ ബോക്സിനൊന്നും എർത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് അപകട സാധ്യത കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 3 വയർ വരുന്നത് എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എർത്തിൻ്റെ കാര്യമാണ്. എർത്ത് വയർ മാറിപ്പോയാൽ ഷോക്കേൽക്കായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ വയർ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് എർത്തിൻ്റെ വയർ എർത്തിന് തന്നെ കൊടുക്കണം. ന്യൂട്രൽ ഫേസും അപ്പുറം മാറിയാൽ പ്രശ്നമില്ല. അതിനെക്കൊണ്ട് വേറെ അബദ്ധമൊന്നും വരാനില്ല. അപ്പോൾ അങ്ങനെ വയർ സെറ്റ് ചെയ്തുകൊണ്ട് ബാക്ക് കവറിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വയറിനെ നോക്കി വാങ്ങുക. പല വിലയുള്ള വയറുണ്ട്. അപ്പോൾ അയൺ ബോക്സിനെല്ലാം നമ്മൾ ചെറിയ പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അത് അപകട സാധ്യത കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്വാളിറ്റിയുള്ള വയർ നോക്കി അതിനുള്ളിൽ കോപ്പറാണോ എന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം കോഡ് വയർ വാങ്ങുക. അപ്പോൾ നമ്മൾ ഹീറ്റ് ലെവലാക്കി വെച്ചുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഹീറ്റിംഗ് ലെവൽ മനസ്സിലാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏതൊരാൾക്കും നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഇത്രയും വീഡിയോ നിങ്ങൾ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനിയും എൻ്റെ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ വർക്ക്
എൻ്റെ ഞങ്ങളുടെ ചാനൽ ഇടുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വയറെല്ലാം ടെസ്റ്റ് ചെയ്ത് ലെവലാക്കി കഴിഞ്ഞു. എല്ലാവർക്കും താങ്ക് യു.